മന്ത്രിമാർക്കിടയിൽ ഏകസ്വരമില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കൗണ്ടർ ചെയ്യുന്നത് LDF-ൽ ഇതിന് ഏകസ്വരം ഉണ്ടെന്നാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ട് CPI തർക്കമുണ്ട് എന്ന രീതിയിലാണ് സർക്കാരും UDF ഒക്കെ ഇതിനെ പ്രതിരോധിക്കുന്നത്. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരായാലും മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നല്ല നിലയിൽ പരിഹരിച്ച് മുന്നോട്ട്. അതുപോലെയല്ലല്ലോ ഇവിടെ ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്തു, ഞങ്ങളുടെ ഭരണം വേണ്ട, UDF ഭരണം മതി എന്ന് ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ജനങ്ങളുടെ മുന്നിൽ മന്ത്രിമാരിൽ ഐക്യമാണല്ലോ പ്രതീക്ഷിക്കുന്നല്ലേ. പ്രതിപക്ഷത്തിന് ഐക്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐക്യം മതി, നിങ്ങൾ തൽക്കാലം ഭരിച്ചു എന്ന് പറഞ്ഞിട്ടല്ലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങളൊരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുകയാണ്. ആ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒരേ അഭിപ്രായം വേണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ മഴ പെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ പോലും വ്യത്യസ്ത അഭിപ്രായമാണ്. അപ്പോൾ ഒരു ഏകീകൃതമായ അഭിപ്രായത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കലക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടായ ഉത്തരവാദിത്തം ഉള്ള ഒരു സർക്കാരായി സർക്കാരിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ വഖഫ് വിഷയത്തിൽ BJP നേതാവ് ഹൈക്കോടതി കൊടുത്ത ഹർജിയിൽ അത് ഞാൻ ഇന്നലെ സംസാരിച്ചല്ലോ. ഇന്നലെ പറഞ്ഞു, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സുപ്രീം കോടതിയിൽ റെപ്രസെന്റ് ചെയ്ത വിഷയത്തിന് നേരെ വിപരീതമായിട്ടുള്ള നിലപാടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി പ്രധാന റോള് വഹിക്കുന്ന ഒരു ഗവൺമെന്റ് എടുത്തിട്ടുള്ളത്. ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തോടൊപ്പം കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തതിന് നേർവിപരീതമായ സമീപനമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. കേരളത്തിന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് LDF ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുവന്ന പ്രമേയത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് നിലപാട് സ്വീകരിച്ച UDF അതിന് നേരെ വ്യത്യസ്തമായ സമീപനമാണ് ഇപ്പോൾ ഭരണം കിട്ടിയപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, BJP കേരളത്തിൽ ഭരിക്കുകയാണെങ്കിൽ എന്തൊക്കെ നടപടികളാണോ സ്വീകരിക്കുക അതിന് സമാനമായി ഒരുപക്ഷെ BJP നേതാക്കന്മാർ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ BJP ഉയർത്തുന്ന രാഷ്ട്രീയം നടപ്പിലാക്കാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നത്.